ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുക കേട്ടോ. വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം ഗ്ലോബൽ വില്ലേജാണ് UAE-യിൽ. ആക്ച്വലി ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും നല്ല തണുപ്പാണ് കേട്ടോ. വിൻ്റർ സീസണിൽ ആ ഒരു തണുപ്പ് നന്നായിട്ട് നമുക്ക് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, വിൻ്റർ കോട്ടൊന്നും ഇല്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അങ്ങനെ നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ ഇനി. അങ്ങനെ നമ്മൾ നടന്ന് അതിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. എൻട്രൻസിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്ന്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ടിക്കറ്റ് കൗണ്ടേഴ്സ് ഓൺലൈനുണ്ട്, ഓഫ്ലൈനുണ്ട്. നമുക്ക് ഡയറക്റ്റ് വന്ന് എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ബാഗേജ്, നമ്മൾ കൊണ്ടുപോകുന്ന ബാഗേജിൻ്റെ സ്കാൻസും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇവിടെ പുറത്ത് തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ആ വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. എൻട്രൻസിൽ തന്നെ എന്താ ഭംഗിയെന്നറിയോ, ആ ഒരു ലൈറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ എൻ്റർ ചെയ്തു. അങ്ങനെ എൻ്റർ ചെയ്ത സമയത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ, നമ്മൾ എൻ്റർ ചെയ്തതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഫയർ വർക്ക്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫയർ വർക്ക്സൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തോട്ട് എൻ്റർ ചെയ്യാനുള്ള ഒരു വെർഷനിലായിരുന്നു. അങ്ങനെ ഇതെൻ്റെ മൂത്ത മോനാട്ടോ. മൂത്ത മോൻ, ഇത് രണ്ടാമത്തെ മോനാണ്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് എൻ്റർ ചെയ്തിട്ട് ഞാൻ അകത്തുനിന്ന് എടുത്തൊരു വ്യൂ ആട്ടോ ഇത്. എന്താ രസം എന്നറിയോ, ഫുൾ ലൈറ്റ്സ്, എവിടെ നോക്കിയാലും ഫുൾ ലൈറ്റ്സാണ്. പിന്നെ അതേപോലെ തന്നെ ഗ്ലോബൽ വില്ലേജിൽ കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ നന്നായിട്ട്, വളരെ ഭംഗിയായിട്ടാണ് ഈ വർഷം ഗ്ലോബൽ വില്ലേജ് കാണാൻ നല്ലൊരു വ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ മെയിൻ സ്റ്റേജിലോട്ട് അടുത്ത് എൻ്റർ ചെയ്യായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ എപ്പോൾ വന്നാലും എനിക്ക് സ്റ്റേജ് പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് അവിടെ നമുക്ക് 40 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ പ്രോഗ്രാംസാണ്. അങ്ങനെ നമ്മളിപ്പോൾ കണ്ട പ്രോഗ്രാം ഒരു ഇന്ത്യൻ ബോളിവുഡ് ഡാൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ഓരോ കൺട്രീസിലെ ഡാൻസും ഓരോ പ്രോഗ്രാംസ് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് ഗ്യാപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ ഒരു സൈഡിൽ റെസ്റ്റ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം ടു ടൈം ആൾക്കാർ ഫുൾ നമുക്ക് ഫ്രണ്ടിൽ ഫുൾ നിറയട്ടോ സീറ്റ്. അങ്ങനെ നമ്മൾ അകത്തോട്ട് വീണ്ടും എൻ്റർ ചെയ്തപ്പോൾ ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ആക്ച്വലി ഇത് എനിക്ക് മനസ്സിലായത് നമ്മുടെ ചൈനീസ് ഡ്രാഗൺ എന്നൊക്കെ പറയില്ലേ, ആ ഒരു വ്യൂവിലാണ് ഇവർ ചെയ്തേക്കുന്നത്. അതിൽ ശരിക്കും വെള്ളത്തിൽ അത്രയും ഒരു ഫൗണ്ടെയിൻ രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് നിന്ന് അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി നിന്നു.
അങ്ങനെ ഞങ്ങൾ വീണ്ടും അകത്തോട്ട് എൻ്റർ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു ടൈമിലാണ് ഇതിൽ ഭയങ്കരമായിട്ട് മ്യൂസിക് കേട്ടോ. അപ്പോൾ എന്തോ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് മനസ്സിലായി. അങ്ങനെ ആ ലേസർ ഷോയൊക്കെ കണ്ട് ഞങ്ങളവിടെ നിന്നു കേട്ടോ. എത്ര മിനിറ്റ്സാണ് പോയെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല, അത്രയും നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത് എൻ്റർ ചെയ്തത് നെക്സ്റ്റ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ പൂക്കളുടെ ഒരു ശരിക്കും ഒരു ഗാർഡൻ ആയിരുന്നു കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ശരിക്കും അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് നമുക്കിവിടെ മിറാക്കിൾ ഗാർഡൻ ഉണ്ട് ദുബായിൽ. അപ്പോൾ മിറാക്കിൾ ഗാർഡൻ്റെ ഒരു എന്താ പറയുക, അതിനെ മാക്സിമം ഒരു ഒപ്പി വെച്ചതുപോലെയാണ് എനിക്ക് ഫീലായത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിറാക്കിൾ ഗാർഡനിൽ എൻട്രി ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു മിറാക്കിൾ ഗാർഡനിൽ. അപ്പോൾ ഈ വിൻ്റർ സീസണിലാണ് ശരിക്കും പറഞ്ഞാൽ പൂക്കളെല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കുക അല്ലേ. അപ്പം നല്ല തണുപ്പും ഈ പൂക്കളും എന്താ ഭംഗിയെന്നറിയോ. നല്ല രസമായിരുന്നു. എനിക്ക് അത്രയും നേരം അവിടെ നിൽക്കാൻ പറ്റുമോ അത്രയും ടൈം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് ഏറ്റവും ടൈം സ്പെൻഡ് ചെയ്തത് ഇവിടെയാണ്. ആക്ച്വലി ഈ ഭാഗത്ത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് ചുറ്റും ഓരോരോ കൺട്രീസിൻ്റെ നമുക്ക് മാക്സിമം അറിയാൻ പറ്റും. ഓരോരോ ബിൽഡിംഗ് പോലെ ഇവർ സെറ്റ് ചെയ്തിട്ട് ഓരോരോ കൺട്രി ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഞങ്ങൾ ആദ്യമേ മനസ്സിൽ വിചാരിച്ചു ഇന്ത്യയിൽ ജസ്റ്റ് ഒന്ന് കയറണം
ഇന്ത്യയിലൊന്ന് കയറിയിട്ട് പോകാമെന്നുള്ള രീതിയായിരുന്നു. ബിക്കോസ് എല്ലാ സ്ഥലത്തും നമുക്ക് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. അത്രയും ഡിസ്റ്റൻസാണ്. നമ്മൾ ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിച്ച് വേറെ ഒന്നുമല്ല കേട്ടോ, അത് ശരിക്കും ഒരുപാട് ഏരിയ ഉണ്ട്. ഇപ്പോൾ പൂക്കളുടെ തന്നെ അത് ഒരു മിഡിൽ അവർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 2 സൈഡിലായിട്ട് ഫുൾ ബിൽഡിങ്സ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലോട്ടാണ് ഇനി നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. പിന്നെ ഞങ്ങൾ വന്നതും കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ മാത്രം ജസ്റ്റ് കയറാം. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ചൈന അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൈനയിൽ കയറണമെന്നുണ്ട്, പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് എന്താവും എന്നറിയില്ല. ഇത് നമ്മളെ നാട്ടിലുള്ള ജമന്തി പൂവല്ലേ, ശരിക്കും പറഞ്ഞാൽ അത് ഇങ്ങനെ ഒന്നിച്ച് പൂത്ത് നിൽക്കുമ്പോൾ എന്താ ഭംഗി. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം പൂക്കളാണ് ഇതിൽ അവർ എന്താ പറയുക ആ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നതെന്ന്. പിന്നെ എല്ലാ വീഡിയോസും ഇപ്പോൾ സെയിം പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ആക്ച്വലി സെയിം വീഡിയോസ് അല്ല, എല്ലാം ഡിഫറെൻറ്റ് ആംഗിൾസിൽ നിന്ന് ഡിഫറെൻറ്റ് പ്ലേസിൽ നിന്ന് എടുത്ത വീഡിയോസാട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു. നടന്ന് പോകുന്ന ടൈമിൽ തന്നെ സൈഡിൽ കാണുന്ന ഒരു വ്യൂ ആണ്. പക്ഷേ നമുക്ക് ഓരോരോ കൺട്രീസായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെറ്റ് ചെയ്തേക്കുന്ന കൺട്രീസിൽ തന്നെ അവിടുത്തെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ കൾച്ചർ റിലേറ്റ് ചെയ്തുള്ള ഡ്രസ്സസ്, പിന്നെ അവർ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഫുഡ്, അങ്ങനെ എല്ലാം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അതെല്ലാം നമുക്ക് വാങ്ങാൻ കഴിയും. അതാണ് ശരിക്കും പറഞ്ഞാൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇത് തന്നെയാണ്. ഗ്ലോബൽ വില്ലേജിൻ്റെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ രാത്രി 1 മണി ആ ഒരു ടൈമിലാണ് ക്ലോസിങ്. അപ്പം നമുക്ക് മാക്സിമം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ നൈറ്റ് 8 മണിയായിപ്പോയി. ആ ഒരു ടൈം തൊട്ട് പിന്നെ മാക്സിമം ടൈം നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് തന്നെ ഇത് തന്നെയാണ്, ഗ്ലോബൽ വില്ലേജ് തന്നെയാണ്. നമുക്ക് പലർക്കും ചിലപ്പോൾ സംശയം ഉണ്ടാവാം, ഗ്ലോബൽ വില്ലേജ് എന്താണ് അല്ലെങ്കിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്താണ്. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആയാലും ഗ്ലോബൽ വില്ലേജ് ആയാലും സെയിം ആണ്. അങ്ങനെ നമ്മൾ നടന്നു പോയി കഴിഞ്ഞപ്പോൾ തന്നെ സൈഡിൽ തന്നെ നമുക്ക് ഇന്ത്യയുടെ എന്താ പറയുക ഒരു എൻട്രൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ നമുക്ക് ഓരോരോ കൺട്രീസും അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം നമ്മൾ ഇന്ത്യയിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ ഡ്രസ്സസ്, അവിടുത്തെ കൾച്ചർ റേസ് ചെയ്തുള്ള എല്ലാ കാര്യങ്ങളും, ഈവൻ പെർഫ്യൂംസ് കാര്യങ്ങൾ, അതെല്ലാം നമുക്ക് അവിടെ വാങ്ങാൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്തടുത്ത വിശേഷങ്ങളുമായി പിന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.